നമസ്കാരം. മന്ത്രി എം.വി. രാജേഷിനെ ഇന്നലെ ഒരു ചെറിയ വിവാദത്തിൽപ്പെടുത്താനായിട്ട് ചില മാപ്രകളൊന്ന് ശ്രമിച്ചു. ആദ്യം നമുക്ക് ആ ദൃശ്യം കണ്ടിട്ട് വരാം. പ്രസംഗത്തിനിടയിൽ ശ്രോതാക്കൾക്ക് ചായ കൊടുത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രി എം.വി. രാജേഷ് കാലടി സംസ്കൃത സർവകലാശാലയിലെ അധ്യാപക സംഘടന അസ്യൂട്ടിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനിടെയായിരുന്നു ഈ സംഭവം. ഇതൊക്കെ മന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞാണ് സംഘാടകർ ചായ കൊടുത്തത്. ഈ പരിമിതികൾക്ക് നടുവിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് കേരളം ഒരു ബദൽ ഉയർത്തുന്നത് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല ഇത് പിന്നെ കേരളത്തിലാകെയുള്ള ഒരു നാട്ടു നടപ്പാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പൊതുവായിട്ടൊരു കാര്യം ഉണ്ടെങ്കിൽ അത് അറിയാവുന്ന സുനിൽ മാഷ് കൂടെ ഉണ്ടല്ലോ. ഞാനത് ഇത്ര സമയം കണ്ടില്ലല്ലോ എന്ന് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ പൊതുവായ പരിമിതി മാത്രമല്ല, എങ്ങനെയെല്ലാമാണ് കേന്ദ്ര സർക്കാർ ഈ ബദലിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്നതിന്റെ ഉദാഹരണങ്ങൾ ഇന്നും വന്നിട്ടുണ്ട്. കണ്ടില്ലേ? കാലടി സർവകലാശാലയിൽ അദ്ദേഹം ഇന്നലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു. അധ്യാപകരുടെ ഒരു യോഗത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഒരു സംഘടനയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നത്. അതായത് ഒരു പൊതുവേദിയിലെ യോഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായ കൊടുത്തതാണ് വിഷയം. ചായ കൊടുക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആ പ്രസംഗം നിർത്തിയതിനു ശേഷം ഒന്ന് ട്രോളുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. കേരളത്തിന്റെ ഒരു പൊതു ആചാരമാണ്. അതങ്ങനെ പറയാൻ കാരണം, സ്വാഭാവികമായിട്ട് മുഖ്യ അതിഥിയായിട്ട് വരുന്ന വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ വേദിയിൽ ആ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണല്ലോ പൊതുവായിട്ട് സംസാരിക്കുന്നത്. ആ സന്ദർഭത്തിൽ അവരുടെ അറ്റൻഷൻ മാറുന്ന ഒരു പരിപാടിയാണ് ഈ ചായ കൊടുപ്പ് എന്ന് പറയുന്ന പരിപാടി. അത് ചെയ്ത സന്ദർഭത്തെ അദ്ദേഹം നിർത്തി ഒന്ന് ട്രോളുകയാണ് ചെയ്യുന്നത്. ട്രോളുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു മറുപടി. സാറിന് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന് കാലടിയിലെത്തി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആൾക്കാരോട് ഒരു ആശയവിനിമയം എന്നുള്ള നിലയ്ക്കാണ് പ്രസംഗം നടത്തുന്നത്. ആ പ്രസംഗം അത് തുടർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ചായ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ അറ്റൻഷൻ മാറി അവിടെ ഒച്ചപ്പാടായി, സംസാരമായി, പിന്നെ അവരുടെ ശ്രദ്ധ മുഴുവൻ ഈ ചായ കുടിക്കലിലേക്ക് മാറും. അതുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ ഉടനീളമുള്ള ഒരു പൊതു ആചാരമാണ് ഇതെന്നുള്ള നിലയ്ക്ക് അതിൽ വർത്താനം പറഞ്ഞു. ഉടനെ അതൃപ്തി, അസംതൃപ്തി, അതൊരു ഇഷ്ടക്കേട് എന്നുള്ള രീതിയിൽ അതിനെ അങ്ങ് പറഞ്ഞുകൊണ്ട് ഒരാൾക്കെതിരെ നെഗറ്റീവ് ഉണ്ടാക്കുക. കാര്യം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തായിട്ടുള്ളവർ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, വ്യക്തമായിട്ട് മറുപടികൾ കൊടുക്കുന്നവരാണെങ്കിൽ, സ്വാഭാവികമായിട്ട് അവരെ ഇങ്ങനെ ഒരു പ്രത്യേക കണ്ണിൽ നോക്കും. എവിടെ അവർ പോകുന്നു അവിടെ എന്തെങ്കിലുമൊക്കെ അവർക്കെതിരെ നെഗറ്റീവ് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് പരിശ്രമം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു വാർത്ത പടച്ചുവിട്ടിരിക്കുന്നത്. ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് പറയേണ്ടത്? കാര്യം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചായ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പരിപാടി ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറെ നേരം നീണ്ടുപോണ പരിപാടിയാണെങ്കിലും വെള്ളമോ ഈ ചായ എന്ന് പറഞ്ഞ പരിപാടി കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു ഹാളിനകത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യ അതിഥി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഔചിത്യമില്ലാത്തൊരു പരിപാടിയാണ്. കാര്യം അങ്ങനെ ഒരു രീതി അവലംബിച്ചാൽ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ട് അറ്റൻഷൻ പോകും. നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരുടെ ശ്രദ്ധ ഇതിലോട്ടാകും, അങ്ങോട്ട് നോക്കി സംസാരമാകും, പിന്നെ ചായ കുടിക്കുന്നതിലാകും. അങ്ങനെ വരുമ്പോൾ പിന്നെ പ്രസംഗത്തിന് അവിടെ പ്രാധാന്യമില്ലാത്ത രീതിയിൽ പോകും. അവിടെ എന്തിനാണ് ഇദ്ദേഹത്തെ വിളിച്ചത്? അവരുടെ സംഘടനയുടെ യോഗവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു യോഗമാണ്. ആ യോഗത്തിൽ അദ്ദേഹം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ ഒന്ന് നിർത്തിയതിനു ശേഷം ഒരു ട്രോളുന്ന രീതിയിൽ ഒരു മറുപടി പറഞ്ഞതിനപ്പുറം അദ്ദേഹം മോശമായിട്ടോ ശബ്ദം മാറ്റിയോ ഒരു വാചകവും പറഞ്ഞിട്ടില്ല. ആ വാചകത്തെ വളച്ചൊടിച്ചുകൊണ്ട് അതൃപ്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു നെഗറ്റീവ്, ഓ ഇവരെല്ലാം ഇങ്ങനെ തന്നെ, ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരെല്ലാം യോഗങ്ങളിലൊക്കെ ഇങ്ങനെയാണ്. പക്ഷെ നേരെ മറിച്ച് എതിർഭാഗത്തുള്ള ആരുടെയും വിഷയം ഇവർ അങ്ങനെ നോക്കില്ല, അങ്ങനെ വാർത്തയാക്കില്ല. ഇത് ചെകഞ്ഞു പിടിച്ചു. ഇപ്പൊ പിണറായി വിജയൻ മൈക്കിന്റെ അടുത്ത് നിൽക്കുമ്പോൾ മൈക്കിനോട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ നോട്ടം, അല്ലാതെ പിണറായി വിജയൻ എന്ത് പറയുന്നു എന്നുള്ളത് അവരുടെ പ്രശ്നമല്ല. അവിടെ വാർത്ത ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. അപ്പോ ആ നോട്ടങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പ്രതിപക്ഷത്തെയും ബി.ജെ.പിയൊക്കെ വളരെ കൃത്യമായിട്ട് പൊളിച്ചെടുക്കുന്ന രീതിയിൽ വർത്തമാനം പറയുന്ന രാജേഷാണ്. അപ്പോൾ രാജേഷിന്റെ തോളിച്ചെന്നും കയറാം, രാജേഷിനെ ഒരു വിവാദത്തിൽപ്പെടുത്തി കഴിഞ്ഞ് രാജേഷിനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് കുറച്ച് അവഹേളിക്കാനും അപമാനിക്കാനും തെറി വിളിപ്പിക്കാനും പറ്റുമോ എന്നുള്ളതാണ് ഈ ഒരൊറ്റ വാർത്ത കൊണ്ട് ഉദ്ദേശം വെക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊന്നും തകർക്കാൻ പറ്റുമെന്ന് കരുതരുത്. നിങ്ങൾ നേരായ രീതിയിൽ ഒരാൾ ഒരു അഭിപ്രായ പ്രകടനം എന്തിന്റെ കാര്യത്തിൽ പറയുന്നു, അതാണല്ലോ പൊതുവായിട്ട് ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ചയല്ല, അത് പറയാനുള്ള കാര്യമല്ല.
അത് പറഞ്ഞത് കുറ്റമാണ്. അതൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഓഡിറ്റ് ചെയ്യും, അതുകൊണ്ട് മിണ്ടാതിരുന്ന് മാധ്യമങ്ങൾ ഉണ്ടെന്ന് ഭയപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പറയേണ്ട കാര്യം പറയേണ്ടടുത്ത് പറയേണ്ട പോലെ പറഞ്ഞിട്ട് പോകത്തേ ഉള്ളൂ എന്നാണ് രാജേഷ് തെളിയിച്ചത്. അല്ലാതെ നിങ്ങൾ ഈ വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് രാജേഷിന്റെ മൂക്കൊന്നും ആരും ചെത്തിക്കളയാൻ പോകുന്നില്ലെന്നാണ് വസ്തുത. നിങ്ങൾക്കൊരു മനോസുഖവും നിങ്ങൾ കൊണ്ട് നടക്കുന്ന കുറച്ച് ഫാൻസുകാർക്ക് ഒരു ദിവസത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആഘോഷിക്കാനുള്ള ഒരു എലമെന്റ് കിട്ടി എന്നതിനപ്പുറം ഒരു ചുക്ക് സംഭവിക്കില്ല എന്നുള്ളതാണ് അതിന്റെ ഉള്ളിലെ വസ്തുത.